Hi friends, welcome all. In this video, we are going to discuss a problem dealing with the line integral, and the question is given by evaluate the integral over c x y square dx, and second one is given by evaluate integral over c x y square dy, and third one is given by integral over c x y square ds, where c is the quarter circle defined by x is equal to 4 cos t, y is equal to 4 sin t, where t varies from 0 to pi by 2. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഓരോ കർവുകൾ മാറുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവാലുവേഷനിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ഇന്റഗ്രൽ എന്തായിരുന്നു? എക്സ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എല്ലായിടത്തും സെയിം ആണ്. മൂന്ന് ഇന്റഗ്രലും എക്സ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ സെയിം ആണ്. പക്ഷെ മൂന്ന് ഇന്റഗ്രലും ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇന്റഗ്രൽ ഡി എക്സ് ആണ്. ഡി എക്സ് എന്നുള്ള കർവിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡി വൈ എന്നുള്ള ഡിഫറൻഷ്യലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡി എസ്, where ds is given by root of dx square plus dy square. സി എന്നുള്ള ഒരു കർവ് തന്നിട്ടുണ്ട്. സി എന്നുള്ള കർവ് ആരാണ്? എക്സ് ഈസ് ഈക്വൽ ടു 4 cos t, y ഈസ് ഈക്വൽ ടു 4 sin t, ആൻഡ് t varies from 0 to pi by 2. ഈ ഒരു പാരാമെട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാർട്ടർ സർക്കിൾ ആണ്. ജസ്റ്റ് നമുക്ക് അതിന്റെ പ്ലോട്ടിംഗ് വരുമ്പോൾ എങ്ങനെയാണ് ആ ഫിഗർ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഇന്റഗ്രൽ ചോദിച്ചിട്ടുള്ളത് എക്സ് വൈ സ്ക്വയർ ഡി എക്സ്, വേർ സി ഇസ് ദ കർവ് given by x is equal to 4 cos t, y is equal to 4 sin t, and t varies from 0 to pi by 2. എന്താണ് സി എന്നുള്ള കർവ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. x is equal to 4 cos t, y is equal to 4 sin t, then x square plus y square എന്ത് വരും? 4. Therefore, this is the parametric equation of circle of radius 2. And t varies from 0 to pi by 2. So, നമുക്ക് x is equal to 4 cos t, y is equal to 4 sin t എന്നുള്ളതിന്റെ കർവായിട്ട് ആര് വരും? സി എന്നുള്ള സർക്കിൾ വരും. അതിൽ ടി 0 to 2πയിൽ വേരി ചെയ്യുമ്പോഴാണ് ടോട്ടൽ 2 റേഡിയസ് ഉള്ള സർക്കിൾ വരിക. പക്ഷെ നമുക്ക് ഇവിടെ ടി എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നുള്ളൂ? 0 to pi by 2 വേരി ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുന്ന പോർഷനെ വരുള്ളൂ. Therefore, the curve C is given by the quarter portion of circle of radius 2 lies in the first quarter. This is our C, which is x is equal to 4 cos t, y is equal to 4 sin t, and t varies from 0 to pi by 2. Now, in order to evaluate the integral, we have to substitute the values of x, y, and dx. Here, we are integrating integral over c x y square dx. That is equal to ടിയുടെ വേരിയേഷൻ നമ്മൾ ടോട്ടലി എക്സ് വൈ സ്ക്വയർ ഡി എക്സിന് ടോട്ടലി ടീന്റെ പാരാമീറ്ററിലേക്ക് മാറ്റാണ്. ടീന്റെ പാരാമീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് സി എന്നുള്ളതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ ഇവിടുന്ന് എവിടെ വരും? 0 to pi by 2. ടി എന്നുള്ള പാരാമീറ്ററിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ എക്സിനെ ടി എന്നുള്ള പാരാമീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു കോസ് ടി വരും ഇൻറ്റു വൈ സ്ക്വയർ. വൈ സ്ക്വയർ ഈസ് 4 സൈൻ ടിയുടെ സ്ക്വയർ വരാം. 4 സൈൻ ടിയുടെ സ്ക്വയർ വരുമ്പോൾ 16 സൈൻ സ്ക്വയർ ടി വരും. ഇനി ബാക്കി ഡി എക്സ് ഉണ്ട്. എക്സ് 4 കോസ് ടി ആണ്. സോ ഡി എക്സ് ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി വരും. Therefore, this will be equal to 4 ഇൻറ്റു മൈനസ് സൈൻ ടി ഡി ടി. സോ നമ്മൾ ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു 4 ഇൻറ്റു 16 ഔട്ട്സൈഡ് എടുക്കാം. 0 to pi by 2 കോൺസ്റ്റന്റ് ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 16. ഇനി ബാക്കി വരുന്ന സെയിം ടേംസ് സൈൻ സ്ക്വയർ ടി ഉണ്ട്, സൈൻ ടി ഉണ്ട്. ടോട്ടലി സൈൻ ക്യൂബ് ടി വരും. ബാക്കി കോസ് ടി ഡി ടി. Therefore, the integral x y square dx can be written as 4 into 4, 16 into 16, and integral from 0 to pi by 2 sine cube t cos t dt. And here is a minus. Therefore, that minus is taken outside. Here the minus, and that will be equal to, this is equal to, this value is minus 256, and integral from 0 to pi by 2 sine cube t cos t dt. In order to evaluate this integral from 0 to pi by 2, here this 0 is the limit of this integral. Okay, 0 to pi by 2 sin cube t d cos t dt എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ
ടി എന്നുള്ള ഫംഗ്ഷന് യു എന്ന് വിളിക്കുകയാണെങ്കിൽ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് ആരായിട്ട് മാറും? കോസ് ടി ഡി ടി വരും. കോസ് ടി ഡി ടി ഡി യു ആയിട്ട് മാറും. സോ ഇഫ് വി പുട്ടിങ് സൈൻ ക്യൂബ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ടി ദ ഹോൾ ക്യൂബ് ആണ്. So if we putting sin t is equal to u, then this integral will be of the form, that integral will be of the form integral 0 to pi by 2 cos t dt, which is du, and sin cube t, which is u cube du എന്ന് വരും. 0 to pi by 2 ആണ് t ന്റെ പാരാമീറ്റർ. സോ യുവിന്റെ പാരാമീറ്റർ എന്തായിട്ട് മാറും? യു എന്നുള്ളതിന്റെ പാരാമീറ്റർ ടി 0 കൊടുക്കുന്ന സമയത്ത് യു ആരായിട്ട് മാറും? സൈൻ 0, വിച്ച് ഈസ് 0, ആൻഡ് ടി 1 കൊടുക്കുന്ന ടി പൈ ബൈ 2 കൊടുക്കുന്ന സമയത്ത് സൈൻ ടി വരും, വിച്ച് ഈസ് 1, സൈൻ പൈ ബൈ 2, വിച്ച് ഈസ് 1. Therefore the integral 0 to pi by 2 sin cube t cos t dt is of the form integral 0 to 1 u cube du, where u is sin t. So if we evaluate in this integral, നമ്മൾ ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? -256. ഇതിനെ നമുക്ക് u cube du എന്നുള്ള ഫംഗ്ഷന്റെ ഫോമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ആ ഫോമാറ്റിൽ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ യു ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്? u power 4 divided by 4. So this integral will be equal to sin power 40, sin t the whole power 4 whole divided by 4, and integration limit from 0 to pi by 2. Here we are running the integral from t over the variable t. t എന്നുള്ള വേരിയബിൾ ആണ്. അതിന് പകരം sin t നെ നമുക്ക് u എന്ന് വിളിച്ചിട്ട് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? u power 4 divided by 4 എന്ന് എഴുതാം. ആ സമയത്ത് 0 to 1 എന്നാണ് എഴുതേണ്ടത്. അതായത് യുവിന്റെ പാരാമീറ്റർ 0 to 1 ആണ്, ടിന്റെ പാരാമീറ്റർ 0 to pi by 2 ആണ്. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാരാമീറ്റർ മാറ്റിയാൽ ആ പാരാമീറ്ററിന്റെ ടേമിലാണ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് കാണേണ്ടത്. പക്ഷെ ഞാനിവിടെ പാരാമീറ്റർ മാറാതെ ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്തിട്ട് നേരെ സൈൻ ക്യൂബ് ടി കോസ് ടി ഡി ടിനെ യു ക്യൂബ് ഡി യു എന്നുള്ള ഒരു ഫോർമാറ്റിൽ ട്രീറ്റ് ചെയ്തിട്ട് യു എന്നുള്ളത് സൈൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിന് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക ചെയ്തത്. സൈൻ പവർ 4 ടി ഡിവൈഡഡ് ബൈ 4 ആൻഡ് the limit varying from 0 to pi by 2. ഇതിന് പകരം ഞാൻ മറ്റൊരു രൂപത്തിൽ എഴുതണമെന്ന് എഴുതാം. ഇന്റഗ്രൽ -256. ഇതിനെ സൈൻ ടീനെ യു എന്ന് വിളിച്ചാൽ ഇന്റഗ്രൽ 0 to 1 യു ക്യൂബ് ഡി യു എന്നായിട്ട് മാറും. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? u power 4 divided by 4 and integral varies from 0 to 1. ഇവിടെ യുവിന്റെ പാരാമീറ്റർ ആണ് 0 to 1, ഇവിടെ ടിന്റെ പാരാമീറ്റർ ആണ് 0 to pi by 2. അപ്പൊ ഏതാണോ കൊടുക്കുന്നത് യു കൊടുത്തുകാണ്ട് 0 to pi by 2 എന്ന് എഴുതാൻ പാടില്ല, ടി കൊടുത്തുകാണ്ട് 0 to 1 എന്ന് എഴുതാൻ പാടില്ല. ആ ഒരു ക്ലാരിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഞാനിവിടെ പാരാമീറ്റർ മാറ്റിയിട്ടില്ല. പാരാമീറ്റർ മാറ്റുകയാണെങ്കിൽ u power 4 divided by 4 and varies from 0 to 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. So our integral is equal to -256 sin power t divided by 4 and 0 to pi by 2. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. -256 ഉം 4 ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? -64 sin pi by 2 the power 4 minus sin 0 the power 4, that is equal to -64 into sin pi by 2 is 1 power 4 is 1, sin 0 is 0, therefore 1 minus 0, and final answer is -64. So integral over c x y square dx is given by -64. So first integral over c x y square dx വരുന്നത് -64 ആണ്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് integral over c x y square dy യുടെ വാല്യൂ ആണ്. dxന് പകരം dy വരുന്ന സമയത്ത് ഇന്റഗ്രലിന്റെ വാല്യൂവിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എക്സ് വൈ സ്ക്വയർ ഡി വൈയുടെ വാല്യൂ ആണ്. എക്സ് ഇസ് ഗിവൺ ബൈ 4 cos t, y is equal to 4 sin t, and t varies from
0 to pi by 2. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സീനെ നമ്മൾ ടിയിലേക്ക് മാറ്റി 0 to pi by 2 എക്സിനെ 4 cos t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്നുള്ളത് 4 sin t യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 16 into sin square t എന്ന് വരും. ഇനി dxന് പകരം dy ആണ്. അതായത് 4 cos t യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 4 sin t യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 4 cos t dt. That is equal to 4 into 4 16 into 16 256 വരും. Integral over 0 to pi by 2 cos t ടോട്ടലി 2 cos square t വരും. ഇവിടെ ഒരു sin square t ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് sin square t cos square t dt എന്ന് എഴുതാം. And that is equal to 256 അതുപോലെ എഴുതി. ഇന്റഗ്രൽ 0 to pi by 2 sin square t cos square t നെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് sin t cos t the whole square dt എന്ന് എഴുതി. എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബി സ്ക്വയർ ആണ്. സോ ഇതിനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. 2 sin t cos t is given by sin 2t. ഓക്കെ, 2 sin t cos t വരുന്നത് sin 2t ആണ്. അതുകൊണ്ട് sin t cos t എന്ത് വരും? sin 2t divided by 2 വരും. ഇവിടെ sin t cos t the whole square ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ ബൈ യൂസിങ് ദിസ് റിസൾട്ട് ദിസ് ഇന്റഗ്രൽ വിൽ ബി ഈക്വൽ ടു, ഞാൻ ഈ റിസൾട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് വിൽ ബി ഈക്വൽ ടു 256 integral 0 to pi by 2 sin 2t the whole square that is sin square 2t dt divided by 2 the whole square 4 that is equal to 4നെ നമുക്ക് ഔട്ട്സൈഡ് എടുത്തിട്ട് 256ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 256ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് 64 വരും. 64 integral 0 to pi by 2 sin square 2t dt. And we have one more result, one more trigonometric identity which is given by 1 minus cos 2t divided by 2 equal to sin square t. ഒരു ഐഡന്റിറ്റിയാണ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. 1 മൈനസ് കോസ് 2t by 2 എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടിക്ക് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് ആര് തന്നിട്ടുള്ളത്? സൈൻ സ്ക്വയർ 2t ആണ്. അപ്പൊ ഈ ടിക്ക് പകരം 2t കിട്ടണം. അവിടെ 2t കിട്ടണമെങ്കിൽ ഇവിടെ t 2t ആക്കുന്ന സമയത്ത് ഈ 2 into t 2t വരും. അപ്പൊ 2 into 2t ആരായിട്ട് വരും? 4t വരും. സോ സൈൻ സ്ക്വയർ 2t is given by 1 minus cos 4t divided by 2. So this can be replaced in here and we have 64 divided by 2 integral 0 to pi by 2 sin square 2t which is 1 minus cos 4t dt. Okay, that is equal to 64 divided by 2 is 32. And if we evaluating the integral 1 minus cos 4t which is given by t minus the integral of cos 4t is sin 4t divided by 4 and limit varying from 0 to pi by 2. ഇനി നമ്മൾ pi by 2 ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് which is equal to 32 into 0 കൊടുക്കുന്ന സമയത്ത് ടോട്ടലി 0 വരും. അപ്പോൾ pi by 2 ലിമിറ്റ് എന്താ നോക്കിയാൽ മതി. pi by 2 t pi by 2 വരുന്ന സമയത്ത് pi by 2 minus sin 4 pi by 2 which is 1 by 4 that is equal to 32നെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 32 into pi by 2 16 pi വരും. മൈനസ് 1 by 4നെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 8 വരും. and the left hand side is integral over c x y square dy. So integral over c x y square dy is given by 16 pi minus 8. നേരത്തെ നമുക്ക് കിട്ടിയതും ഈ ആൻസറും സെയിം അല്ല. സോ
വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു വൈയിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ മാറും എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ഒബ്സർവ് ചെയ്യാം. നൗ വി ഹാവ് ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ്. സോ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എന്നുള്ളത് നമ്മൾ ടിയിലേക്ക് മാറ്റാണ്. സോ 0 to pi by 2 x is 4 cos t, y square is 4 square into sin square t, 16 sin square t, and ds is given by root of dx the whole square plus dy the whole square. Therefore this will be equal to dx the square dx. If you take in the derivative of x, x നെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യാം. ടിയിൽ ചെയ്യുന്ന സമയത്ത് 4 cos t യുടെ ഡെറിവേറ്റീവ് 4 sin t വരും, -4 sin t വരും, -4 sin t അതിൻ്റെ സ്ക്വയർ പ്ലസ് dy the whole square. 4 sin t യുടേത് cos t വരും, 4 cos t the whole square into dt. Okay, and that will be equal to integral 0 to pi by 2 for 16 taken outside as common factor. കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഇന്റഗ്രലിന്റെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് cos t sin square t into root of 4 into sin t the whole square, that is equal to 4 into sin square t. ഇതിലും 4 square കോമൺ ആണ്, ഇതിലും 4 square ഉണ്ട്, 4 square sin square t plus cos square t dt. Okay, and sin square t plus cos square t is 1, therefore this is root of 4 square which is 4. Therefore that integral is 4 into 4 into 16 into 0 to pi by 2 sin square t cos t dt. ഇവിടെ നമ്മൾ സൈൻ ക്യൂബ് ടി കോസ് ടി ഡി ടി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്ത് അതേപോലത്തിലുള്ള ഒരു ടേം ആണ്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? നേരത്തെ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് 256. ദിസ് വിൽ ബി ഈക്വൽ ടു സൈൻ ക്യൂബ് ടി ഡിവൈഡഡ് ബൈ 3 ആൻഡ് വേരീസ് ഫ്രം 0 to pi by 2. That will be equal to 256 divided by 3 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ഇനി സൈൻ ക്യൂബ് ടിക്ക് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് സൈൻ പൈ ബൈ 2 ദ ഹോൾ ക്യൂബ് വരും 1 ആൻഡ് സൈൻ ടി 0. സൈൻ 0 is 0. Therefore the final answer is 256 by 3, and the left hand side is integral over c x y square ds. So we evaluated the integral of the function x y square dx over dy and over ds. Okay, so we can conclude the video here. Thank you.